ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും അനുഭവ സാക്ഷ്യങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ തക്കോണം കർത്താവ് തരുന്ന വലിയ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് 1998 ബോംബെ വന്നപ്പോൾ ഉണ്ടായ ഒരു നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. അന്ന് ഞാൻ IGM എന്നു പേരുള്ള ക്രിസ്തീയ സംഘടനയുമായി ചേർന്ന് ഇടുക്കി ജില്ലയിലെ ചേലച്ചോടിനപ്പുറമുള്ള ഏഴുകമ്പി അല്ലെങ്കിൽ കത്തിപ്പാറ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഞാൻ പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ ബോംബെ വരുന്നു എന്ന് ഞാൻ അറിയുന്നത്. എന്തുകൊണ്ടോ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുവാൻ ശക്തമായൊരു ആത്മപ്രേരണ ദൈവം എനിക്ക് തന്നിരുന്നു. ഞാൻ ഇന്ന് ഓർക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഞാൻ പത്രത്തിൽ നിന്നും വെട്ടിയെടുത്ത് എൻ്റെ ഡയറിക്കകത്ത് വെക്കുകയും യെശയ്യാ പ്രവചനം 51-ാം അധ്യായം 16-ാം വാക്യം എൻ്റെ കൈയുടെ നിഴലിൽ മറച്ചിരിക്കുന്നു പറഞ്ഞൊരു വചനമുണ്ട്. ആ വചനം വെച്ച് ഞാൻ ദിവസവും ഈ ബോംബെക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, കർത്താവെ ശക്തമായി ഇന്ത്യയിൽ അദ്ദേഹത്തെ, കേരളത്തിൽ അദ്ദേഹത്തെ ഉപയോഗിക്കണമേ, അനേക പാപികൾ കർത്താവിലേക്ക് വരണം, അനേക രോഗികൾ യേശുക്രിസ്തുവിനെ അറിയണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദൈവത്തോട് ദിവസവും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ബോംബെയുടെ മീറ്റിങ്ങിൻ്റെ ദിവസം ഏറ്റവും അടുത്തു. ആ മീറ്റിങ്ങിൽ പോകാൻ വേണ്ടി ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരു കുടുംബത്തെ ഒരുക്കി. കീരത്തോട് തന്നെയുള്ള പ്രസാദ് എന്നും മിനി എന്നും പേരുള്ള ആ കുടുംബത്തെയാണ് ദൈവം അതിനുവേണ്ടി ഉപയോഗിച്ചത്. ഈ പ്രസാദിൻ്റെ വീട് എറണാകുളത്താണ്. എറണാകുളത്ത് ചർച്ചക്കൂട്, അവിടെ പോണേക്കര ചർച്ചക്കൂട് എന്നൊരു ചർച്ചക്കൂടുണ്ട്. ഈ പ്രസാദിൻ്റെ പരിചയത്തിലുള്ള പോണേക്കര ചർച്ചക്കൂടിൽ ഒരു അമ്മച്ചിയുണ്ട്, ഒരു ആൻറ്റിയുണ്ട്. ഈ ആൻറ്റിയുടെ വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാൻ തക്കണം ഈ പ്രസാദിൻ്റെയും മിനിയുടെയും സ്വാധീന നിമിത്തമായി അമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടി അവിടെ താമസിക്കാൻ അനുവാദം തന്നു. ഈ പോണേക്കര അമ്മച്ചിക്ക് ഒരു ഓട്ടോറിക്ഷയുണ്ട്. ഓട്ടോ ഓടിക്കുന്ന ആളുടെ പേര് ബാബു എന്നാണ്. ഈ ബാബുവിനോട് ഈ അമ്മച്ചി പറഞ്ഞു, ഈ സഹോദരങ്ങളെ രാവിലെ മീറ്റിങ്ങിന് കൊണ്ടുവിടണം, വൈകിട്ട് തിരിച്ചു വിടണം. അദ്ദേഹം അതിനെല്ലാം ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിക്കാൻ ദൈവം അത്ഭുതകരമായ നിലയിൽ അവിടെ വഴിയൊരുക്കി തരികയായിരുന്നു. അങ്ങനെ ഒന്നാം ദിവസം ബോംബെയുടെ ഒരു ഫയർ കോൺഫറൻസ് എന്ന് പറഞ്ഞ മീറ്റിംഗ് ഉണ്ട്. അതിനുവേണ്ടി പോകാൻ തുടങ്ങുന്ന സമയത്ത് ഈ പോണേക്കര അമ്മച്ചി പറയുകയാണ്, മക്കളെ, അവിടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഒരു കൂപ്പൺ ഉള്ളവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. നിങ്ങളുടെ കൂപ്പൺ ഉണ്ടോ ചോദിച്ചു. ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞു, മോനെ, അത് എൻ്റെ ഒരു കൂപ്പണുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഇത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൂപ്പൺ എനിക്ക് തരിക. അപ്പോൾ ഞാൻ മറ്റേ സഹോദരനോട് അനുവാദത്തോടെ ഞാൻ തന്നെ കയറിക്കോട്ടെ ചോദിച്ചു. അങ്ങനെ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മീറ്റിങ്ങിന് പോയി. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു, കൂപ്പൺ ഉള്ളവർക്ക് ബോംബെയുടെ പുസ്തകം സൗജന്യമായി കിട്ടുന്നു, ക്യൂവിൽ നിന്നാൽ ഈ പുസ്തകം കിട്ടുമെന്നിങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു. ഏകദേശം 100 പേര് അപ്പോഴേക്ക് ക്യൂവിൽ ഓടി വന്നു. അപ്പോൾ എൻ്റെ ഈ കൂപ്പൺ ഉണ്ടല്ലോ, അമ്മച്ചി എന്ന കൂപ്പൺ ഉണ്ട്, ഞാൻ ഈ കൂപ്പണുമായിട്ട് ഞാനും വളരെ ആഗ്രഹത്തോടെ ഈ പുസ്തകം കിട്ടുമെന്നുള്ള വളരെ പ്രതീക്ഷയോടെ ഞാനും ക്യൂവിൽ നിൽക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ ഏകദേശം ഒരു 3 പേരുള്ളപ്പോൾ അനൗൺസ്മെൻറ്റ് കേട്ടു, മലയാളം പുസ്തകം തീർന്നു, ഇനി നാളെ അത് വരത്തുള്ളൂ, അതുകൊണ്ട് കൂപ്പൺ ഉള്ളവർ ദയവായിട്ട് നാളെ വന്നാട്ടെ എന്ന് പറഞ്ഞ അനൗൺസ്മെൻറ്റ് കേട്ടു. എനിക്ക് വളരെ ദുഃഖമുണ്ടായി. കാരണം 3 പേരോടുള്ളപ്പോൾ ആണ് ഈ പുസ്തകം തീർന്നു പോയത്. പിന്നെ കൂപ്പൺ കയ്യിലുണ്ടല്ലോ എന്നുള്ള വിചാരത്തോടെ, സന്തോഷത്തോടെ ഞാൻ വൈകിട്ടത്തെ മീറ്റിംഗ് പങ്കെടുക്കാൻ വേണ്ടി പോയി. വൈകുന്നേരത്തെ സെക്ഷൻ കഴിഞ്ഞ ശേഷം രാത്രി ഏകദേശം 10 ആയപ്പോൾ ഞങ്ങൾ ഈ പോണേക്കര അമ്മച്ചിയുടെ വീട്ടിൽ വന്നു. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ഈ അമ്മച്ചി ഓടി വന്ന് ഞങ്ങളോട് ചോദിച്ചു, മോനെ, അവിടെ ഒരു പുസ്തകം സൗജന്യമായിട്ട് കൊടുക്കുന്നു എന്ന് ഇങ്ങനെ ഓട്ടോ ഓടിക്കുന്ന ബാബു പറഞ്ഞല്ലോ, അതുകൊണ്ട് ആ കൂപ്പൺ ഇങ്ങനെ തരണം, ആ പുസ്തകം ബാബുവിന് വേണമെന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മച്ചി, ഞാൻ ക്യൂവിൽ നിന്നാണ്, ഏകദേശം 3 പേരുള്ളപ്പോൾ ആ പുസ്തകം തീർന്നു പോയി, ആ പുസ്തകം എനിക്ക് കിട്ടിയ വളരെ പ്രയോജനമാണ്, ഞാൻ വളരെ ആഗ്രഹിച്ചു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ, അയ്യോ അത് പറ്റത്തില്ല മോനെ, എൻ്റെ ഓട്ടോ അവൻ ഓടിക്കുന്നതാണ്, അവനെ എനിക്ക് പിണക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് മോൻ ദയവായിട്ട് ആ കൂപ്പണിങ് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മനസ്സോടെ ഈ അമ്മച്ചിയോട് നിർബന്ധ ഹേതുവായിട്ട് ഞാൻ ആ കൂപ്പൺ കൊടുത്തു. എനിക്ക് വളരെ ഭാരമുണ്ടായി. കാരണം ആ പുസ്തകം എനിക്ക് കിട്ടിയെങ്കിൽ വളരെ അനുഗ്രഹമായിരിക്കും ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ നഷ്ടപ്പെട്ടു പോയപ്പോൾ വലിയൊരു ഭാരം എൻ്റെ മനസ്സിൽ വന്നു. കാരണം കൂപ്പൺ എൻ്റെ ഇല്ല, ഒരു പുസ്തകം വാങ്ങാനുള്ള പൈസയും എൻ്റെ ഇല്ല, അതുകൊണ്ട് വളരെ ഭാരം എനിക്ക് തോന്നി. അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി തറയിൽ മുട്ടുമടക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഒരു പുസ്തകം ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ പുസ്തകം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ആ മാനസിക ദുഃഖം നിമിത്തമുണ്ടായ മനസ്സിൻ്റെ മതിഭ്രമമാണ്, ഹാലൂസിനേഷൻ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. രാത്രി ശാന്തമായിട്ട് കിടന്നുറങ്ങി. രാവിലെ കുളിച്ചൊരുങ്ങി പോകാൻ നേരത്ത് ഒരു നിമിഷം ഞാൻ മുട്ടുമടക്കി ഇരുന്നുകൊണ്ട് അന്നത്തെ ശുശ്രൂഷകളെല്ലാം ഓർത്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. കർത്താവ് ബോംബെ ശക്തിയായി ഉപയോഗിക്കണമേ, രോഗശാന്തിയെ കർത്താവ് വായിക്കണമേ, അനേക പാപികൾ മാനസാന്തരപ്പെടണം എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതായിട്ട് ഞാൻ കാണുകയാണ്. ഒരു പുസ്തകം വിടർത്തിയതായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുകയും
ഒരു ഭാരം ഞാൻ അനുഭവിക്കുകയും ചെയ്തു. തലരാത്രി കണ്ടതുപോലെ തന്നെ രാവിലെയും അങ്ങനെ അനുഭവം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിച്ചു, ദൈവം അത്ഭുതം ചെയ്ത് ബോംഗയുടെ അഗ്നിയാലുള്ള സുവിശേഷീകരണം എന്ന പുസ്തകം ദൈവം എനിക്ക് തരും എന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ രാവിലെ മീറ്റിങ്ങിന് പോയി. മീറ്റിങ്ങിൽ പോയിരിക്കുമ്പോൾ ബോംഗെ വന്ന് ഇരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ചിന്ത വരികയാണ്, ഒരു ചെറിയ കുറിപ്പ് എഴുതി ബോംഗയ്ക്ക് കൊടുത്താലോ, ബോംഗെ നിങ്ങളൊരു പുസ്തകം എനിക്ക് ഫ്രീ ആയിട്ട് തരാമോ എന്നിങ്ങനെ ഒരു കുറിപ്പ് എഴുതി ബോംഗയ്ക്ക് കൊടുത്താൽ എന്താണെന്നൊരു ചിന്ത വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആരോ പറയുന്നത് പോലെ ഞാൻ കേൾക്കുകയാണ്, അത് ചെയ്യരുത്, ബോംഗയ്ക്ക് ചിന്ത കൊടുക്കുന്ന അതേ ദൈവം തന്നെയാണ് നിൻ്റെ ദൈവം. അതൊരു ദൈവശബ്ദമാണ് ഞാൻ വിശ്വസിക്കുക. ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ആ താല്പര്യം മാറ്റിവെച്ചു. ഈ രാവിലെ ഇങ്ങനൊരു വിഷയം കണ്ടതുകൊണ്ട് തന്നെ ദൈവം എനിക്ക് പുസ്തകം തരുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ ഇതെങ്ങനെ തരും, എങ്ങനെയാണ് അതിന് വഴി ഒരുക്കപ്പെടുന്നത്, വളരെ വിചാരം എൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ആ ഓഡിയൻസിനിടയിൽ, സദസ്സിനിടയിൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാനിങ്ങനെ തല ഉയർത്തി നോക്കി, ആരെയും കാണുന്നില്ല. ഒടുവിലായിട്ട് മീറ്റിംഗ് കഴിഞ്ഞു. ഞാൻ ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ആരെങ്കിലും പരിചയക്കാരുണ്ടോ, എങ്ങനെയാണ് ഈ പുസ്തകം കർത്താവ് തരുന്നത്, ആരെങ്കിലും പരിചയക്കാർ വല്ലതും കാണുമോ എന്നിങ്ങനെ അറിയാൻ വേണ്ടി ഞാൻ ഗേറ്റിനടുത്ത് ഓരോ ആളുകൾ വരുമ്പോൾ അവരുടെ മുഖം നോക്കി നോക്കി നിന്നു. ഒടുവിലത്തെ ആളും ഏകദേശം 10,000 പേരോളം ഉണ്ടായിരുന്നു. അത്രയും ആളുകൾ പുറത്തു പോയി, ആരും പരിചയക്കാരുമില്ല. അപ്പോൾ എനിക്ക് തോന്നി, രാവിലെ കണ്ടതും രാത്രി കണ്ടതും ഒക്കെ ഒരു തോന്നല, ചിന്ത, മനസ്സിൻ്റെ ആഗ്രഹം കൊണ്ട് വന്നതാണെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. എങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു ശക്തമായൊരു പ്രേരണ, ദൈവം നിനക്ക് ആ പുസ്തകം തരും എന്ന് ആരോ മനസ്സിൽ പറയുന്ന പോലെ, അത് വളരെ വ്യക്തമായിട്ട് എനിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. ഇനി ആരുടെയെങ്കിലും കൂപ്പൺ നഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വല്ലതും പുസ്തകം തരാൻ വേണ്ടിയാണോ ദൈവം അങ്ങനെ വഴി ഒരുക്കുമോ എന്നുള്ള വിചാര നിമിത്തമായിട്ട് ഞാൻ ആ നെഹ്റു സ്റ്റേഡിയം 2 തവണ മുഴുവൻ അരിച്ചു പെറുക്കിയൊന്ന് നോക്കി. വളരെ നിരാശയായിരുന്നു. കാരണം അങ്ങനെ ആരുടെയും കൂപ്പൺ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഞാൻ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ടില്ല, നല്ല വെയിലുണ്ട്, നല്ലോണം ക്ഷീണിച്ചു. മനസ്സിൽ ആത്മപ്രേരണ വരികയാണ്, അഗ്നിയുള്ള സുവിശേഷീകരണ പുസ്തകം ലഭിക്കുമെന്ന് ഇങ്ങനെ മനസ്സിൽ ആരോ പറയുന്ന പോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ ക്ഷീണമൊക്കെ മറന്ന് ഞാൻ എങ്ങനെയെന്നുള്ള ചിന്തയിൽ ഞാനിങ്ങനെ അതിനുവേണ്ടി ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ അനൗൺസ്മെൻറ്റ് കേട്ടു, ഈ കൂപ്പൺ ഉള്ളവർ ക്യൂ നിൽക്കണം, പുസ്തകം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് കേട്ടു. ഏകദേശം ഒരു 19 ദേവദാസന്മാർ ഓടി വന്ന് ക്യൂവിൽ നിന്നും. ഞാൻ ആ ക്യൂവിൽ നിൽക്കുന്ന ഓരോ ആളുകളെയും ശ്രദ്ധിച്ച് നോക്കാൻ തുടങ്ങി. കർത്താവ്, ഇനി അങ്ങനെ വല്ലതും ആണോ ദൈവം വഴി ഒരുക്കുന്നത്? ഞാൻ അങ്ങനെ ശ്രദ്ധിച്ച് ആദ്യത്തെ പുസ്തകം വാങ്ങുന്ന ആദ്യത്തെ ആളുടെ അടം വരെ എത്തി. പരിചയക്കാരുമില്ല. ഞാൻ ഭയങ്കര നിരാശ തോന്നി, ഭയങ്കര ഭാരം തോന്നി. തലരാത്രിയിൽ എൻ്റെ കയ്യിൽ പുസ്തകം ഇരിക്കുന്നതായിട്ട് കണ്ടതും രാവിലെ പ്രാർത്ഥിക്കാൻ നേരത്ത് പുസ്തകം തുറന്ന് ഇരിക്കുന്നതോ കണ്ടതും ഒക്കെ ഒരു തോന്നലാന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഭാരത്തോടെ ഞാൻ ആ കൗണ്ടറിൽ നിന്നും 1-2 സ്റ്റെപ്പ് വെച്ച് കാണും. പെട്ടെന്ന് എൻ്റെ പിന്നിൽ നിന്ന് ആരോ സാബുച്ചായോ എന്ന് വിളിക്കുന്ന ഞാൻ കേട്ടു. ഈ വലിയ സ്റ്റേഡിയത്തിൽ എന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ആരാന്നറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ കൂടെ കേരള ക്രിസ്ത്യൻ ബൈബിൾ കോളേജിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച പുനലൂരുകാരൻ ഒരു ജോസഫ് ജോർജ് കൗണ്ടറിൽ ഇരുന്നുകൊണ്ട് ദേവദാസന്മാർ കൂപ്പൺ കൊടുക്കുമ്പോൾ ആ കൂപ്പണെ ടിക്ക് ചെയ്തിട്ട് പുസ്തകം ഓരോ ആളുകൾ കൊടുക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ ഓടി ജോസഫിൻ്റെ അടുത്ത് ചെന്നു. എന്തുകൊണ്ട് ജോസഫ് എന്ന് വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് രാവിലെ വന്നു, പുനലൂരുകാരൻ ഒരു പാസ്റ്റർ എന്നെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഈ ജോസഫ് ജോർജ് റെയ്നാർഡ് ബോംഗയുടെ അഗ്നിയാലുള്ള സുവിശേഷീകരണം എന്ന പേരുള്ള ഒരു പുസ്തകം എൻ്റെ കയ്യിലോട്ട് വെച്ച് തന്നു. ഞാനിങ്ങനെ പുസ്തകം നോക്കാൻ ആരംഭിച്ചു. തലരാത്രി കണ്ടതുപോലെ തന്നെയാണ് ജോസഫ് എൻ്റെ കയ്യിലോട്ട് വെച്ച് തരുന്നത്. അതേ ഭാരം അതേപോലെ തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാനത് ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കി. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കൂടെ ഒത്തിരി ചിന്തകൾ വന്നു. ഈ പുസ്തകത്തിന് വില ഉണ്ടായിരിക്കുമല്ലോ, എൻ്റെ ഈ കൂപ്പണില്ല, അതുമാത്രമല്ല ജോസഫിനോട് ചോദിക്കാനും മടി വരുന്നു, അത് ചോദിക്കുന്നത് ശരിയല്ലല്ലോ, ജോസഫിന് എങ്ങനെ സൗജന്യം കൊടുക്കാനും പറ്റത്തില്ല, കാരണം ഓരോ പുസ്തകത്തിന് കണക്കുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഒത്തിരിയേറെ ചിന്തകൾ മനസ്സിൽ വന്നിട്ട് ഞാൻ എന്തായാലും ഇന്ന് രാവിലെ കണ്ടതുപോലെ എനിക്ക് അനുഭവം ഉണ്ടായല്ലോ, അത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുസ്തകം തിരിച്ച് ജോസഫിൻ്റെ കൊടുത്തപ്പോൾ ജോസഫ് പറയാ, അതിന് തിരിച്ചു തരുന്നത് ഇത് സ്ഥാപിച്ചാന് തന്നാന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നോട് പൊക്കോളം പറയുക. ഞാൻ ആ പുസ്തകം പിടിച്ചുകൊണ്ട് നെഹ്റു സ്റ്റേഡിയത്തിൽ ഓടുകയായിരുന്നു. കാരണം തലരാത്രി കണ്ടത്, രാവിലെ കണ്ടത് എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി മാറ്റി. തിരുവെഴുത്ത് പറഞ്ഞു, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അന്ന് രാത്രിയിൽ കൺവെൻഷനൊക്കെ കഴിഞ്ഞ ശേഷമായിട്ട് വചനം ധ്യാനിക്കുമ്പോൾ പെട്ടെന്ന് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14-ാം വാക്യം എൻ്റെ മനസ്സിൽ കൂടി വരികയാണ്. അവിടെ തിരുവെഴുത്ത് ഇങ്ങനെ പറഞ്ഞത്, ലോത്ത് വിട്ടുപിരിഞ്ഞ ശേഷം ദൈവം അബ്രഹാമിനോട് പറയാം, അബ്രഹാമെ നീ തല ഉയർത്തി നോക്കുക, നീ കാണുന്ന ഭൂമിയെ ഞാൻ നിനക്ക് നൽകും. അബ്രഹാമിന് മുമ്പിൽ അന്ന് അക്ഷരികമായി കാണുവാനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ മുമ്പിൽ അക്ഷരികമായി കാണാൻ കഴിയത്തില്ലെങ്കിൽ തന്നെയും ചില കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കത്തക്ക നിലയിൽ
ചില കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കയ്യിൽ തലരാത്രിയിലെ പുസ്തകം ഇരുന്നത് രാവിലെ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഒരു പുസ്തകം കയ്യിലിരിക്കുന്ന ഭാരം ഉണ്ടായതുപോലെയും വായിക്കാൻ തക്ക നിലയിൽ അത് തുറന്നിരിക്കുന്നത് കണ്ടതുപോലെയും ദൈവത്തിന് സ്തോത്രം, അത് കാണാൻ തക്കവണ്ണമുള്ള ഒരു പ്രത്യേകമായ കാഴ്ചപ്പാടിലേക്ക് ദൈവം നടത്തുകയായിരുന്നു. ഞാനത് വിശ്വസിക്കുന്നു. ഇന്നും നമ്മുടെ ഹൃദയകണ്ണുകളെ കർത്താവ് തുറക്കുമ്പോൾ എന്താണ് നമുക്ക് വരേണ്ട നന്മകൾ, ആ നന്മകളെക്കുറിച്ചുള്ള ദൈവിക വെളിപ്പാടുകൾ ഇന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ലോകത്തിലെ ചില മതങ്ങൾ പഠിപ്പിക്കാറുണ്ട് മനുഷ്യൻ്റെ നിരാശയുടെ കാരണമെന്ന് പറയുന്നത് ആഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ആഗ്രഹങ്ങൾ ഒഴിവാക്കുക. എന്നാൽ സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായത്തിൽ പറഞ്ഞത് യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. നമ്മൾ ദൈവത്തിൽ രസിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ആഗ്രഹങ്ങൾ ദൈവവചന വിരുദ്ധമായിട്ടുള്ളതാകത്തില്ല, ദൈവത്തിന് പ്രസാദമുള്ളത് മാത്രമേ വരത്തുള്ളൂ. ആ ആഗ്രഹങ്ങളെ ദൈവം മാനിക്കും ദൈവമാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. കാഹളങ്ങൾ ധ്വനിക്കാറായി നമുക്കത് വിശ്വസിക്കാം. ദൈവം എനിക്ക് തരുന്ന വചന വെളിപ്പാടുകൾ, അനുഭവങ്ങൾ എല്ലാം നിങ്ങളുമായി പങ്കിടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക. ഒരു വലിയ ആത്മീയ മുന്നേറ്റം നമ്മുടെ ഈ തലമുറയിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിത്യജീവനായ കർത്താവ് കണ്ടിട്ടുള്ള സകലരും യേശു ക്രിസ്തുവിൽ വരട്ടെ. ദൈവം ചെയ്യും. കാരണം തിരുവെഴുത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല.